രാവിലെ 10 തവണ, വൈകുന്നേരം 10 തവണ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അന്ത്യനാളിൽ എൻ്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ, ഐഹിക പാരത്രിക ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക്, ഓ പ്രവാചകരെ, താങ്കളുടെ മേൽ എനിക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, അപ്പോൾ ഞാൻ എത്ര തവണയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മാ ശിഅത്, നീ ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോ. ഖാല, അദ്ദേഹം പറയുകയാണ്, ഖുൽതു അർറുബഉ, എൻ്റെ പ്രാർത്ഥനകളിൽ 4/1 താങ്കൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കട്ടെയോ? ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിച്ചത് ചെയ്തോളൂ, അതിലേറെ അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ പകുതിയും താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ ഉപയോഗിക്കട്ടെയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് നല്ലത്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും താങ്കൾക്ക് വേണ്ടി സ്വലാത്തിനെയും ഞാൻ ചോദിക്കട്ടെ പ്രവാചകരെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തുക്ഫി ഹമ്മക വയുഗ്ഫിറു ലക ദംബക, അങ്ങനെ നീ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ വിഷമം അതുകൊണ്ട് തീരുകയും നിന്റെ പാപം അത് മുഖേന പൊറുക്കപ്പെടുകയും ചെയ്യും. നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റെ ഓരോ പ്രാർത്ഥനകളിലും എൻ്റെ മേലെ സ്വലാത്ത് കടന്നു വന്നാൽ, നിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ സ്വലാത്ത് കൊണ്ട് നിറക്കാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ വിഷമം തീരും, നിന്റെ ദുഃഖം മാറും, നിന്റെ പാപം പൊറുക്കപ്പെടുമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇദൻ യക്ഫീക അല്ലാഹു തബാറക വ തആല മാ അഹമ്മക മിൻ ദുനിയാക വ ആഖിറതിക, നിന്റെ ദുനിയാവിലും നിന്റെ പരലോകത്തും നിനക്ക് എന്തൊക്കെ തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടോ അതൊക്കെ റബ്ബ് നിനക്ക് നീക്കിത്തരും. നിന്റെ ദുനിയാവിന്റെ പ്രശ്നം തീരും, നിന്റെ പരലോകത്തെ വിഷമം മാറും, പരലോകത്ത് നിനക്ക് സ്വർഗം കിട്ടും, ഇഹലോകത്ത് നിനക്ക് സന്തോഷ ജീവിതം കിട്ടും. എന്ത്? നീ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ, ഏതെങ്കിലും ഒരു അടിമ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ തയ്യാറായാൽ, ഇല്ലാ സ്വല്ലത്തു അലൈഹിൽ മലായികത്തു മാ സ്വല്ല അലയ്യ, അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെയും അവൻ്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലും. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമ്മൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ റബ്ബിന്റെ മലക്കുകൾ, മുഖറബുകളായ മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ഗുണത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വലാത്ത് ചൊല്ലാനാകാത്തവന്റെ അപകടം എത്രയാണ്, അവൻ എത്ര വലിയ ദുരന്തത്തിലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വലാത്ത് ചൊല്ലാത്തവൻ അപമാനിതനാകട്ടെ എന്നാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, ദുഖിർതു ഇൻദഹു, അവൻ്റെ മേൽ എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ, എന്നിട്ട് എനിക്ക് വേണ്ടി ഗുണത്തിനായി അവൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അവൻ അപമാനിതനാകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലാത്തവൻ നരകത്തിലാണ് എന്ന് പോലും അവിടുന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, വമൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി ഫമാത ഫദഖല അന്നാർ ഫഅബ്അദഹു അല്ലാഹ്, ഓ പ്രവാചകരെ, താങ്കളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ മരിച്ചു പോകുമ്പോൾ അവൻ നരകത്തിലായിട്ടാണ് മരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സ്വലാത്ത് ചൊല്ലാത്തവൻ ക്ലേശത്തിലാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഖിയ അബ്ദുൻ, ഒരു അടിമ ക്ലേശത്തിലാണ്, ദൗർഭാഗ്യത്തിലാണ്. ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടു, പക്ഷേ എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. ആ അടിമ നാശത്തിലാണ്, ദൗർഭാഗ്യത്തിലും ക്ലേശത്തിലുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ നസിയ സ്വലാത്തു അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകുന്നവൻ ഖതിയ ത്വരീഖൽ ജന്ന, സ്വർഗ്ഗ വഴി പിഴച്ചവനാണ്, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മാറി നടക്കുന്നവനാണ്, വഴി പിഴച്ചവനാണ് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം അധികരിപ്പിക്കേണ്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്, അതുകൂടി വേഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള
പ്രത്യേക സന്ദർഭങ്ങളിൽ. ഒന്ന്, അവിടുത്തെ പേര് പരാമർശിക്കപ്പെടുമ്പോഴാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് പരാമർശിക്കപ്പെട്ടാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്തിനെയും സലാമിനെയും ചോദിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാണ്. സാധാരണ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയുന്നതെങ്കിൽ അത് ഏറെ പുണ്യകർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് മാതൃക കാണിച്ചു. അതെ, സ്വഹാബത്തിന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം പള്ളിയിൽ വലത് കാല് വെച്ച് പ്രവേശിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാവുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ മൂന്നാമത്തേത് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ്. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ നമസ്കാരങ്ങളിൽ, തശഹുദുകളിൽ പ്രവാചകന്റെ മേൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. മയ്യിത്ത് നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത് പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചോദിക്കുന്ന ഇബ്രാഹിമി സ്വലാത്താണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചോദിക്കുന്നവർക്ക് വലിയ പുണ്യം അതിലൂടെ നേടാൻ സാധിക്കുമെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഏറ്റവും അധികം തവണ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസം, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഇപ്പോഴുള്ള ഈ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി യൗമിൽ ജുംഅത്തി അക്സിറു അലയ്യ മിനസ് സ്വലാത്ത്, അക്സിറു അലയ്യ മിനസ് സ്വലാത്ത്, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാത്തൻ കാന അഖ്റബുഹും മിന്നി മൻസില, എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നവർ എൻ്റെ അടുത്ത് സ്ഥാനം ലഭിക്കുന്നവരായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം, മനുഷ്യരുടെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വയൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവായതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസമാണ് മനുഷ്യരുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്താൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും ഉചിതമായ ദിവസം. ഫലിസ്വലാത്തു അലൈഹി ഫി ഹാദൽ യൗം മസിയത്തുൻ ലൈസത്ത് ലിഗൈരിഹി, മറ്റൊരു ദിവസവും ഇല്ലാത്തത്ര പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നതിനുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോൾ സ്വലാത്തിനെ ചോദിക്കണമെന്നത് പ്രത്യേകം പഠിപ്പിച്ച സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ബാങ്കിന് ശേഷം സ്വലാത്തിനെ ചോദിക്കുകയും പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് എൻ്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സദസ്സിലിരിക്കുമ്പോൾ പോലും ഇസ്തിഗ്ഫാറിനെ തേടുന്നത് പോലെ, തൗബയുടെ വാചകം ചൊല്ലുന്നത് പോലെ, ദിക്റുകൾ ചൊല്ലുന്നത് പോലെ നാം ചെയ്യേണ്ട കാര്യമാണ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. പ്രവാചകൻ പഠിപ്പിച്ചു, മാ ജലസ ഖൗമും മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബിയിഹിം ഇല്ലാ കാന അലൈഹിം തിറഹ്, ഏതെങ്കിലും ഒരു വിഭാഗം ഒരു സദസ്സിലിരുന്നിട്ട് അള്ളാഹുവിനെ ഓർക്കാതെയും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെയുമാണ് ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതെങ്കിൽ അതവന് നഷ്ടമാണ്, അതവന് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രത്യേകം പഠിപ്പിച്ച ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലുക, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.